പ്രിയ പഠിതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനുഷ്യൻ്റെ ഉൽപ്പത്തിയെയും പരിണാമത്തെയും കുറിച്ചാണ് പഠിച്ചത്. ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നാണ് ഇന്ന് കാണുന്ന മനുഷ്യനിലേക്ക് എത്തിയതെന്ന് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ലോകത്തിലെ ആദിമ സംസ്കാരങ്ങളിൽ ഒന്നായ മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് അതെല്ലാം ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അധ്യായം പറയുന്നത് ഒരു വലിയ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ലോകത്തിലെ തന്നെ ഒരു വലിയ സാമ്രാജ്യം, റോമാ സാമ്രാജ്യം. ഏവർക്കും റോമാ സാമ്രാജ്യത്തിൻ്റെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലായിട്ടാണ് റോമാ സാമ്രാജ്യം വ്യാപിച്ചിരുന്നത്. മധ്യധരണ്യാഴി എന്ന് നമ്മൾ പറയുന്ന മെഡിറ്ററേനിയൻ കടൽ. ലോകഭൂപടത്തിൽ നിങ്ങൾ മെഡിറ്ററേനിയൻ കടൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇതിൻ്റെ അതിരുകൾ വടക്ക് 2 നദികളാണ്, റൈൻ നദിയും ഡാന്യൂബ് നദിയും. തെക്ക് ഒരു വലിയ മരുഭൂമിയാണ്, സഹാറ മരുഭൂമി. അപ്പോൾ നോക്കൂ, വടക്ക് റൈൻ, ഡാന്യൂബ്, തെക്ക് സഹാറ. അപ്പം മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായി വളർന്നു വികാസം പ്രാപിച്ച ഒരു സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. ഇതിൻ്റെ വടക്കേ അതിർത്തികൾ റൈൻ നദിയും ഡാന്യൂബ് നദിയുമാണ്. ഇതിൻ്റെ തെക്കേ അതിർത്തി വിശാലമായ സഹാറ മരുഭൂമിയാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ നമുക്ക് 2ആയി തിരിക്കാം. ആദിമ റോമൻ സാമ്രാജ്യമെന്നും പിൽക്കാല റോമൻ സാമ്രാജ്യമെന്നും. എങ്ങനെ? ആദിമ റോമൻ സാമ്രാജ്യവും ആദിമ റോമ സാമ്രാജ്യമെന്നും പിൽക്കാല റോമ സാമ്രാജ്യമെന്നും നമുക്ക് 2ആയി റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ തിരിക്കാം. ഏകദേശം 3-ാം നൂറ്റാണ്ട് വരെ, AD 3-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ആദിമ റോമാ സാമ്രാജ്യവും, അതിനുശേഷം 3 നൂറ്റാണ്ട് മുതൽ പിൽക്കാല റോമാ സാമ്രാജ്യം ഏകദേശം 7-ാം നൂറ്റാണ്ട് വരെയും നീണ്ടു നിൽക്കുന്നു. അപ്പോൾ 3 വരെ ആദിമ റോമാ സാമ്രാജ്യം, 3 മുതൽ 7 വരെ പിൽക്കാല റോമാ സാമ്രാജ്യം. അപ്പോൾ ഈ റോമാ സാമ്രാജ്യം ശക്തി പ്രാപിച്ചിരുന്ന സമയത്ത് തന്നെയുള്ള മറ്റൊരു സാമ്രാജ്യമാണ് ഇറാനിയൻ സാമ്രാജ്യം. ഇറാനിയൻ സാമ്രാജ്യം. ഈ രണ്ടും അടുത്തടുത്താണ് കിടക്കുന്നത്. ശരിക്കും യൂഫ്രട്ടീസ് നദി നമ്മൾ പഠിച്ചില്ലേ, 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ആ യൂഫ്രട്ടീസ് നദിയാണ് ഇവയെ വേർതിരിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തെയും ഇറാനിയൻ സാമ്രാജ്യത്തെയും വേർതിരിച്ചിരുന്നത് യൂഫ്രട്ടീസ് നദിയാണ്. ഈ 2 സംസ്കാരങ്ങൾ തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കതൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ നമ്മൾ കണ്ടു. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായിട്ടാണ് ഈ സാമ്രാജ്യം വളർന്ന് പന്തലിച്ചത്. ഇതിൻ്റെ വടക്കേ അതിർത്തി റൈനും ഡാന്യൂബുമാണ്, തെക്കേ അതിർത്തി സഹാറ മരുഭൂമിയാണ് എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇതിൻ്റെ സമകാലികമായിരുന്ന ഇറാനിയൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും തമ്മിൽ നിലനിന്നിരുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. ഇപ്പോൾ റോമാ സാമ്രാജ്യം, ഇറാനിയൻ സാമ്രാജ്യം. ഒന്ന്, സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതലായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ. റോമാ സാമ്രാജ്യത്തിൽ സാംസ്കാരിക വൈവിധ്യം
കൂടുതൽ, സാംസ്കാരിക വൈവിധ്യം കൂടുതലായിരുന്നു. ഇവിടെയാണെങ്കിൽ കുറവ്. ഇറാനിയൻ സാമ്രാജ്യത്തിൽ സാംസ്കാരിക വൈവിധ്യം കുറവായിരുന്നു. റോമ സാമ്രാജ്യത്തിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ. ഇവിടെ ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനത, ഇറാനിയൻ ജനത. ഇവിടെ ധാരാളം ഭാഷകൾ. ഇവിടെ അരാമിക് ഭാഷ. നോക്കൂ, റോമ സാമ്രാജ്യം എന്ന് പറയുന്നത് 3 ഭൂഖണ്ഡങ്ങളിലായിട്ട് വ്യാപിച്ചു കിടന്ന ഒരു സാമ്രാജ്യമാണ്. അത് യൂറോപ്പിലുണ്ട്, ഏഷ്യയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്. അങ്ങനെ 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടന്നത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ സംസ്കാരമുള്ള ജനതയാണ് ഈ സാമ്രാജ്യത്തിലുള്ളത്. വിവിധ വിഭാഗങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു വിശാലമായ സാമ്രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സാംസ്കാരിക വൈവിധ്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുത്താൽ തന്നെ നമുക്കറിയാം അല്ലേ, നമ്മൾ ഇവിടെ നിന്ന് ഈ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം സാംസ്കാരിക വൈവിധ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നതല്ലേ. ഒരു രാജ്യത്തിനകത്ത് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ആചാരങ്ങളുടെ കാര്യത്തിൽ, ആഘോഷങ്ങളുടെ കാര്യത്തിൽ, അല്ലേ, മതവിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഒക്കെ വലിയ വൈവിധ്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 3 ഭൂഖണ്ഡങ്ങളിലായിട്ട് വ്യാപിച്ചു കിടന്ന റോമ സാമ്രാജ്യത്തിലോ വളരെ വലിയ സാംസ്കാരിക വൈവിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇറാനിയൻ സംസ്കാരത്തിന് അത്ര വലിയ സാംസ്കാരിക വൈവിധ്യം അവകാശപ്പെടാനില്ല. അതുപോലെ തന്നെ വ്യത്യസ്ത ജനവിഭാഗങ്ങളാണ് റോമ സാമ്രാജ്യത്തിലുള്ളത്. കാരണം ഇത്രയും വിശാലമായ സാമ്രാജ്യമായതുകൊണ്ട്. ഇവിടെയാണെങ്കിൽ ഇറാനിയൻ ജനത മാത്രമാണുള്ളത്. ഇവിടെ പല സ്ഥലത്ത് ആയതുകൊണ്ട് തന്നെ പലതരം ഭാഷകൾ, ധാരാളം ഭാഷകൾ റോമ സാമ്രാജ്യത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു. യൂറോപ്പിൽ ഉപയോഗിക്കുന്ന ഭാഷയല്ല ഏഷ്യയിലുള്ളത്, അതല്ല ആഫ്രിക്കയിലെ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളിൽ സംസാരിക്കുന്ന ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ പ്രധാനമായും അറാമിക് ഭാഷയാണ് ഇറാനിൽ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇത് 3മാണ് ഈ സാംസ്കാരിക വൈവിധ്യത്തിലുള്ള വ്യത്യാസം, ജനവിഭാഗങ്ങളിലുള്ള വ്യത്യാസം, ഭാഷയിലുള്ള വ്യത്യാസം. ഇത് 3മാണ് റോമ സാമ്രാജ്യത്തെയും ഇറാനിയൻ സാമ്രാജ്യത്തെയും വേർതിരിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് റോമിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കാണ്, രാഷ്ട്രീയ ജീവിതം. BC 27 റോമിൽ അധികാരത്തിൽ വന്ന ഒക്ടേവിയൻ അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, അഗസ്റ്റസ് സീസർ. ഒക്ടേവിയൻ അഥവാ അഗസ്റ്റസ് സീസർ റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിക്കുകയും പ്രിൻസിപ്പേറ്റ് ഭരണം തുടങ്ങുകയും ചെയ്തു. പ്രിൻസിപ്പേറ്റ് ഭരണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിച്ചു. എന്ത് തുടങ്ങി? പ്രിൻസിപ്പേറ്റ്. വൺ വേർഡ് ചോദിക്കും കേട്ടോ. BC 27 ആരാണ്? ഒക്ടേവിയൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് അഗസ്റ്റസ് സീസർ, അല്ലെങ്കിൽ അഗസ്റ്റസ് സീസറിന്റെ മറ്റൊരു പേരാണ് ഒക്ടേവിയൻ. അദ്ദേഹം റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിച്ചിട്ട് ഏത് ഭരണം ആരംഭിച്ചു? പ്രിൻസിപ്പേറ്റ് ഭരണം ആരംഭിച്ചു. അപ്പോൾ പ്രിൻസിപ്പേറ്റ് ഭരണം ആരംഭിച്ചത് ആരാണെന്നൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഏകദേശം BC 509 മുതൽ 27 വരെ ഉള്ള കാലഘട്ടത്തിലാണ് റിപ്പബ്ലിക്കൻ ഭരണമുള്ളത്. 509 മുതൽ 27 വരെ. ഇത് നിർത്തലാക്കിയത് ആരെന്നാണ് നമ്മൾ പറഞ്ഞത്? അഗസ്റ്റസ് സീസറാണ്. ഈ ഭരണത്തിന്റെ പ്രത്യേകത സമ്പന്ന വർഗത്തിൽപ്പെട്ട പ്രഭുക്കന്മാർ അടങ്ങിയ സെനറ്റാണ് റോമിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. സമ്പന്ന വർഗത്തിൽപ്പെട്ട പ്രഭുക്കന്മാർ അടങ്ങിയ സെനറ്റ്.
ഏത് ഭരണമാണ് നമ്മൾ പറയുന്നത്? റിപ്പബ്ലിക്കൻ ഭരണം. 509 മുതൽ 27 വരെ BCE ആണ്. അതുകൊണ്ടാണ് താഴേക്ക് കുറഞ്ഞു വരുന്നത്. ഇത് നിർത്തലാക്കിയതാരാ? അഗസ്റ്റസ് സീസർ. അപ്പൊ ചുരുക്കി പറഞ്ഞ പ്രഭുത്വ ഭരണമാണ് അല്ലേ? പ്രഭുത്വ ഭരണം. പ്രബുദ്ധ അല്ല, പ്രഭുവർഗത്തിന്റെ ഭരണം, പ്രഭുഭരണം. ഇനി പ്രിൻസിപ്പേറ്റിനെ കുറിച്ചാണെങ്കിലോ, പ്രിൻസിപ്പേറ്റ് എന്നാ ആരംഭിക്കുന്നത്? BCE 27. ആരാ സ്ഥാപിക്കുന്നത്? അഗസ്റ്റസ് സീസർ. അഗസ്റ്റസ് സീസർ. അവിടെ ഭരണാധികാരി സെനറ്റാണോ ഭരണം കൈകാര്യം ചെയ്യുന്നത്? പ്രഭുവാണോ? അല്ല, ചക്രവർത്തിയാണ്. ചക്രവർത്തി ഭരണമാണ് അവിടെയുള്ളത്. റിപ്പബ്ലിക്കൻ ഭരണത്തിൽ സമ്പന്ന വർഗത്തിൽപ്പെട്ട പ്രഭുക്കന്മാർ അടങ്ങിയ സെനറ്റാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ഇവിടെ ആരാണ്? ചക്രവർത്തിയാണ്. പ്രിൻസപ്പ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രഥമ പൗരൻ എന്നാണ്. പ്രിൻസപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പൗരൻ. ആരാ ഒന്നാമത്തെ പൗരൻ? അത് ചക്രവർത്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് പ്രിൻസപ്പേറ്റ് ഭരണം എന്ന് വിളിക്കുന്നത്. ചക്രവർത്തി ഭരണം, ഒന്നാമത്തെ പൗരന്റെ ഭരണം. അപ്പോൾ ഈ പ്രിൻസപ്പേറ്റ് സ്ഥാപിക്കുന്ന ആരാണ്? അഗസ്റ്റസ് സീസർ. ഈ ചക്രവർത്തിയും സെനറ്റും, അപ്പൊ രണ്ട് ഇതിനെ നമ്മൾ കണ്ടു. ഒന്ന് ചക്രവർത്തി, രാജാവ് അല്ലേ? രാജാവ് എന്ന് പറഞ്ഞാൽ ചെറുതായി പോകും, ചെറിയൊരു രാജ്യത്തിൻ്റെ ആയി പോകും. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രദേശങ്ങളുടെ രാജാക്കന്മാരുടെ രാജാവാണ്. ചക്രവർത്തിയെ കണ്ടു. പിന്നെ നമ്മൾ സെനറ്റിനെ പറഞ്ഞു. രണ്ട് അധികാര കേന്ദ്രങ്ങളെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ അധികാര കേന്ദ്രം, റോമിലുണ്ടായിരുന്ന മൂന്നാമത്തെ അധികാര കേന്ദ്രം സൈന്യമാണ്. സൈന്യം. അപ്പോൾ ചക്രവർത്തി, സെനറ്റ്, സൈന്യം. ഈ സൈന്യത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശമ്പളം കൊടുത്തിരുന്നു, വേതനം, ശമ്പളം കൊടുത്തിരുന്നു. പ്രൊഫഷണൽ സൈന്യമാണ്, തട്ടിക്കൂട്ട് സൈന്യമല്ല. നല്ല പരിശീലനം സിദ്ധിച്ച, യുദ്ധത്തിന് വേണ്ടി പരിശീലനം സിദ്ധിച്ച, ശമ്പളം പറ്റുന്ന പ്രൊഫഷണൽ സൈന്യം. ഒരു പൗരൻ 25 വർഷം സൈനിക സേവനം അനുഷ്ഠിക്കണമായിരുന്നു. 25 വർഷം സൈനിക സേവനം അനുഷ്ഠിക്കണം. അപ്പോൾ ചക്രവർത്തി, സെനറ്റ്, സൈന്യം, ഇത് മൂന്ന് ആണ് എന്ത് ചെയ്യുന്നത്? റോമിന്റെ ഭരണം നിയന്ത്രിക്കുന്നത്. റോമിലെ ഏറ്റവും വലിയ സംഘടിത വിഭാഗം ഒരുപക്ഷെ സൈന്യമാണ്. ഈ ചക്രവർത്തിമാരുടെ വിധി പോലും നിശ്ചയിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. പല രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ടല്ലേ? സൈന്യമായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഭരണാധികാരി ഉണ്ടെങ്കിലും, ചിലപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ വാർത്തകളിൽ വായിക്കാറുണ്ടല്ലേ, ആ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് സൈന്യം അധികാരം പിടിച്ചെടുത്തു എന്നൊക്കെ നമ്മൾ വായിക്കാറില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ റോമില്, പ്രാചീന റോമില് ചക്രവർത്തിയുടെ വിധി പോലും നിർണയിക്കാൻ സൈന്യത്തിന് ശേഷിയുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി പലപ്പോഴും സമരങ്ങൾ നടന്നിരുന്നു, പ്രക്ഷോഭം നടന്നിരുന്നു. എന്തിനാ? സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ വേണ്ടി സമരം നടന്നു. ഇന്നും ഇടയ്ക്കൊക്കെ ജീവനക്കാർ സമരം നടത്തുന്നത് പോലെ സൈന്യത്തിൽ അത്തരം സമരങ്ങൾ ഉണ്ടായിരുന്നു. റോമിന്റെ ചരിത്രം രചിച്ചിരുന്നത് പ്രഭുവർഗത്തിൽപ്പെട്ട സെനറ്റർമാരായിരുന്നു. സെനറ്റർമാരാണ് റോമിന്റെ ചരിത്രം എഴുതിയിരുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? സെനറ്റർമാരോട് എങ്ങനെയാണോ ഈ പറയുന്ന ചക്രവർത്തിക്കും സൈന്യവും ഒക്കെ അവരോട്, സൈനിക മേധാവിയായാലും ചക്രവർത്തി ആയാലും സെനറ്റർമാരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കിയിട്ടാണ് അവരെ ചരിത്രത്തിൽ എങ്ങനെ ഉൾപ്പെടുത്തണം എന്ന് ഈ ചരിത്ര രചയിതാക്കളായ സെനറ്റർമാർ തീരുമാനിച്ചിരുന്നത്. പറഞ്ഞു മനസ്സിലായോ? ചരിത്രം എഴുതിയിരുന്നത്, റോമിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നത് സെനറ്റർമാരാണ്. അപ്പോൾ അവരോട് നല്ല രീതിയിൽ നിൽക്കുന്ന ചക്രവർത്തിമാരെ അവർ മികച്ച ചക്രവർത്തിമാരായി പരിഗണിച്ചു. സെനറ്റർമാരോട് ഉടക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരോട് കലഹം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരോട് നല്ല രമ്യതയിലല്ലാത്ത ചക്രവർത്തിയെയും സൈനിക നേതാക്കളെയും ഒക്കെ അവർ അത്തരത്തിൽ അവർ ചരിത്രം എഴുതിയപ്പോൾ മോശക്കാരാക്കുകയോ അവഗണിക്കുകയോ ഒക്കെ ചെയ്തു. അപ്പോൾ ചക്രവർത്തിയും സൈനിക നേതാക്കളും സെനറ്റിനോട് എങ്ങനെയാണ് സമീപനം കൈക്കൊണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രത്തിൽ അവർക്ക് ഇടം നൽകിയത്. ആര്? സെനറ്റ് ഇടം നൽകിയത്. അപ്പോൾ പ്രിൻസിപ്പേറ്റ് ഭരണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ആരാ പ്രിൻസിപ്പേറ്റ് ഭരണം സ്ഥാപിച്ചത്? അഗസ്റ്റസ് സീസർ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ഒക്ടേവിയൻ. എന്നാണ് സ്ഥാപിച്ചത്? 27 BCE 27 അല്ലേ? ഈ പ്രിൻസിപ്പേറ്റ് ഭരണത്തെ തുടർന്നുള്ള 2 നൂറ്റാണ്ട് കാലം
2 നൂറ്റാണ്ട് കാലം, അതായത് 200 വർഷക്കാലം അല്ലേ, റോമിൽ വളരെ സമാധാന കാലമായിരുന്നു. വളരെ സമാധാന കാലം. അതായത് അഗസ്റ്റസ് സീസർ തുടക്കമിട്ട ഒരു 200 വർഷക്കാലം റോമിൽ സമാധാന കാലമായിരുന്നു. ഈ കാലഘട്ടത്തെ റോമൻ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് പാക്സ് റൊമാന അഥവാ റോമൻ സമാധാനം എന്നാണ്. പാക്സ് റൊമാന, പാക്സ് റൊമാന, റോമൻ സമാധാനം. അപ്പോൾ പ്രിൻസിപ്പേറ്റ് ഭരണത്തെ തുടർന്നുള്ള 2 നൂറ്റാണ്ടുകൾ റോമിൻ്റെ ചരിത്രത്തിൽ വളരെ സമാധാനപരമായിരുന്നു അല്ലേ. അപ്പോൾ അഗസ്റ്റസ് സീസർ തുടക്കമിട്ട ഈ കാലഘട്ടത്തെയാണ്, ഈ സമാധാന കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുക? പാക്സ് റൊമാന അഥവാ റോമൻ സമാധാനം എന്ന് വിളിക്കുന്നത്. പാക്സ് റൊമാന അഥവാ റോമൻ സമാധാനം. നോക്കൂ, ഒരു ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് പാക്സ് റൊമാന ചോദിക്കാം, ഓൺവേർഡ് ആയിട്ടോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. പാക്സ് റൊമാന അഥവാ റോമൻ സമാധാനം പ്രിൻസിപ്പേറ്റ് ഭരണത്തെ തുടർന്ന് വന്ന 2 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷം. ഇനി ഈ 2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴോ ഏകദേശം ഒരു AD 2-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ റോമാ സാമ്രാജ്യം അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും ഉന്നതിയിലെത്തി. മനസ്സിലായില്ലേ? സാമ്രാജ്യത്തിൻ്റെ അതിരുകളും ഒക്കെ വ്യാപ്തി വർദ്ധിച്ചു. അതിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന നിലയിലേക്ക് റോമാ സാമ്രാജ്യം എത്തിച്ചേർന്നു. സാമ്രാജ്യത്തിൻ്റെ നഗരവൽക്കരണമാണ് ഭരണം സുഗമമാക്കാൻ ചക്രവർത്തിയെ സഹായിച്ചത്. ധാരാളം നഗരങ്ങൾ, ഭരണത്തിൻ്റെ അടിത്തറയായിരുന്ന ചില നഗരങ്ങളെ നമുക്ക് നോക്കാം. ഒന്ന് കാർത്തേജ്, അലക്സാൻഡ്രിയ, ആൻറ്റിയോക്ക്. ഇതൊക്കെ ഭരണത്തിൻ്റെ അടിത്തറയായ മെഡിറ്ററേനിയൻ നഗരങ്ങളാണ്. ഇതൊക്കെ കാർത്തേജ്, പിന്നീട് അലക്സാൻഡ്രിയ, പിന്നെ ഇത് ആൻറ്റിയോക്ക്. അപ്പോൾ കാർത്തേജ്, അലക്സാൻഡ്രിയ, ആൻറ്റിയോക്ക് ഇതെല്ലാം റോമിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. നഗരങ്ങൾ വഴിയാണ് പ്രവിശ്യകളിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഗവൺമെൻറ് നികുതി പിരിച്ചിരുന്നത്. അപ്പം നഗരങ്ങളിലൂടെയാണ് ഗ്രാമങ്ങളിൽ നിന്നുള്ള നികുതി പിരിച്ചിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും ഗ്രാമങ്ങളിൽ നിന്നാണ് വന്നിരുന്നത്. നികുതി ഇനത്തിൽ കൂടുതലും ഗ്രാമങ്ങളാണല്ലോ. ആ ഗ്രാമങ്ങളിലെ നികുതി പിരിക്കാൻ ഗവൺമെൻറ്റിനെ സഹായിച്ചത് ഈ നഗരങ്ങളാണ്. അപ്പോൾ നഗരവൽക്കരണമാണ് ചുരുക്കി പറഞ്ഞാൽ റോമിലെ ഭരണം സുഗമമാക്കാൻ ചക്രവർത്തിയെ സഹായിച്ചത്. നഗരങ്ങളാണ്. ഈ ഗ്രാമങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന ഗ്രാമങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് ഗവൺമെൻറ്റിന് നൽകിയിരുന്ന ആ ഒരു മേൽനോട്ടം, അല്ലെങ്കിൽ അത് ഈ നഗരങ്ങളിലൂടെയാണ് സംഭവിച്ചിരുന്നത്. ഇനി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശവും, ഞാൻ പറഞ്ഞല്ലോ ധാരാളം ഗ്രാമങ്ങൾ, ഈ ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശവും സ്വന്തമായ ഒരു മജിസ്ട്രേറ്റും നഗരസഭയും ഉള്ള നഗര കേന്ദ്രങ്ങളെ പട്ടണം എന്ന് റോമാക്കാർ വിളിച്ചു. അപ്പോൾ റോമാക്കാർ ഒരു പ്രദേശത്തെ പട്ടണം എന്ന് വിളിക്കണമെങ്കിൽ 3 ഘടകങ്ങൾ ഉണ്ടാവണം. പട്ടണങ്ങൾക്ക് അടിസ്ഥാനമായ 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന വരുമാനം വേണമെങ്കിൽ ഗ്രാമങ്ങൾ വേണം അല്ലേ. ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന സ്വന്തം പ്രദേശം. 2 മജിസ്ട്രേറ്റ്. പിന്നെ നഗരസഭ. അപ്പോൾ ഒരു പട്ടണമാവണമെങ്കിൽ എങ്ങനെയുള്ള നഗര കേന്ദ്രങ്ങളെയാണ് പട്ടണം എന്ന് റോമാക്കാർ വിളിച്ചത്? ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന സ്വന്തം പ്രദേശങ്ങളും ഒരു മജിസ്ട്രേറ്റും അതുപോലെ ഒരു നഗരസഭയുമുള്ള
പ്രദേശങ്ങളെ. എന്തൊക്കെ വേണം? 3 കാര്യങ്ങൾ. ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന സ്വന്തം പ്രദേശം വേണം. 2, മജിസ്ട്രേറ്റ്. ഒരു 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 പട്ടണമാകണമെങ്കിൽ ഒരു നഗരത്തിൽ വെറുതെ ഒരു നഗരത്തിനെ പട്ടണം എന്ന് അവർ വിളിക്കില്ല. ആ നഗരത്തിൻ്റെ കീഴിൽ കുറേ ഗ്രാമങ്ങൾ ഉണ്ടാവണം. ആ നഗരത്തിൻ്റെതായിട്ടുള്ള ഒരു ഭൂപ്രദേശം, ഗ്രാമങ്ങൾ അടങ്ങുന്ന ഭൂപ്രദേശം, ദെൻ ഒരു നഗര മജിസ്ട്രേറ്റ്, ഒരു നഗര സഭ. ഇത് 3ഉമുള്ള പ്രദേശങ്ങളെ റോമാക്കാർ എന്ത് വിളിച്ചു? പട്ടണങ്ങൾ എന്ന് വിളിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഗ്രാമങ്ങൾ പട്ടണങ്ങളുടെ അധികാര പരിധിയിലായിരുന്നു, അല്ലേ? ഗ്രാമങ്ങളുടെ ഭരണ നിയന്ത്രണം, ഗ്രാമങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പട്ടണങ്ങളായിരുന്നു. ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ മെച്ചപ്പെട്ട ഭക്ഷ്യവിതരണം നടന്നിരുന്നു. ഭക്ഷ്യവിതരണം നഗരങ്ങളിലാണ് കാര്യമായി കാര്യക്ഷമമായി നടന്നിരുന്നത്. ഇനി പൊതു കുളിമുറികൾ റോമൻ ജീവിതത്തിലെ പ്രധാന സവിശേഷതകളൊന്നാണ്. ഈ നഗരങ്ങളിലെ, ഈ പട്ടണങ്ങളിലെ പൊതു കുളിമുറികൾ നമുക്ക് കാണാൻ കഴിയും. പൊതുവായിട്ടുള്ള കുളിമുറികൾ നമുക്ക് കാണാൻ കഴിയും. അത് റോമൻ നഗരജീവിതത്തിലെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. ഏത്? പൊതു കുളിമുറികൾ. അപ്പം നമ്മൾ പറഞ്ഞത് റോമ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കൂ. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായി വളർന്നു വന്ന സാമ്രാജ്യം, വളരെ വിസ്തൃതമായൊരു സാമ്രാജ്യം. അതിൻ്റെ വടക്കൻ അതിർത്തിയായിട്ട് നമ്മൾ പറഞ്ഞത് റൈനും ഡാന്യൂബും 2 നദികളാണ്. തെക്കൻ അതിർത്തിയായിട്ട് നമ്മൾ പറഞ്ഞത് സഹാറ മരുഭൂമിയാണ്, അല്ലേ? സഹാറ മരുഭൂമി. ഈ റോമ സാമ്രാജ്യത്തെ നമുക്ക് 2ആയി തിരിക്കാം. ആദിമ റോമ സാമ്രാജ്യം 3-ാം നൂറ്റാണ്ട് വരെ, അവിടെ 3 മുതൽ 7 വരെ ഉള്ള കാലഘട്ടത്തെ പിൽക്കാല റോമ സാമ്രാജ്യം, അല്ലേ? ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സാമ്രാജ്യം ഏതാണ്? ഇറാനിയൻ സാമ്രാജ്യം. ഇറാനിയൻ സാമ്രാജ്യത്തെയും റോമ സാമ്രാജ്യത്തെയും വേർതിരിച്ചിരുന്ന നദി ഏതാണ്? യൂഫ്രട്ടീസ് നദി. ഇറാനിയൻ സാമ്രാജ്യവും റോമ സാമ്രാജ്യവും തമ്മിൽ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ വ്യത്യാസം സാംസ്കാരിക വൈവിധ്യം. എവിടെ കൂടുതലായിരുന്നു? റോമ സാമ്രാജ്യത്തിൽ. ഇറാനിയൻ സാമ്രാജ്യത്തിൽ സാംസ്കാരിക വൈവിധ്യം കുറവായിരുന്നു. റോമ സാമ്രാജ്യത്തിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ടായിരുന്നു. ഇറാനിയൻ സാമ്രാജ്യത്തിൽ ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങളാണ്. റോമ സാമ്രാജ്യത്തിൽ ധാരാളം ഭാഷകൾ സംസാരിച്ചിരുന്നു. ഇറാനിയൻ സാമ്രാജ്യത്തിലാണ് ആവട്ടെ അരാമിക് ഭാഷയാണ് സംസാരിച്ചത്. അരാമിക് ഭാഷ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി BC 27 റോമിൽ എന്ത് സംഭവിച്ചെന്ന് നമ്മൾ പറഞ്ഞത്? അന്നുവരെ ഉണ്ടായിരുന്ന റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് പുതിയൊരു ഭരണം ആരംഭിച്ചു. ആ ഭരണത്തെ നമ്മൾ എന്താ പറഞ്ഞത്? പ്രിൻസിപ്പേറ്റ് ഭരണം. പ്രിൻസിപ്പേറ്റ് ഭരണം. ഇതാരാ ആരംഭിച്ചത്? അഗസ്റ്റസ് സീസർ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരെന്തെന്ന് നമ്മൾ പറഞ്ഞത്? ഒക്ടേവിയൻ. ഈ റിപ്പബ്ലിക്കൻ ഭരണം 509 മുതൽ BC 509 മുതൽ 27 വരെയാണ്. ഇത് നിർത്തലാക്കിയതാര്? അഗസ്റ്റസ് സീസർ. ഈ ഭരണത്തിൻ്റെ പ്രത്യേകത എന്താ? സമ്പന്നരായ പ്രഭുക്കൾ അടങ്ങുന്ന സെനറ്റാണ് ഭരിക്കുന്നത്. പ്രഭുഭരണമാണ്. ഇനി പ്രിൻസിപ്പേറ്റ് ഭരണത്തിൻ്റെ പ്രത്യേകത എന്താ? BC 27 ആര് സ്ഥാപിച്ച? അഗസ്റ്റസ് സീസർ സ്ഥാപിച്ച പ്രിൻസിപ്പേറ്റ് ഭരണത്തിൻ്റെ പ്രത്യേകത എന്താ? ചക്രവർത്തിയാണ് ഇവിടുത്തെ പരമാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി. പ്രിൻസപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞത്? പ്രഥമ പൗരൻ. പ്രഥമ പൗരൻ, ഒന്നാമത്തെ പൗരൻ. അപ്പോൾ റോമിലെ 2 അധികാര കേന്ദ്രങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് ചക്രവർത്തി, മറ്റൊന്ന് സെനറ്റ്. മൂന്നാമത്തെ അധികാര കേന്ദ്രം ഏതാ നമ്മൾ പറഞ്ഞത്? സൈന്യം, അല്ലേ? സൈന്യം. സൈന്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ശമ്പളം നൽകിയിരുന്ന സൈന്യമാണ്. പ്രൊഫഷണൽ സൈന്യമാണ്. 25 വർഷം സൈനിക സേവനം നിർബന്ധമായിരുന്നു. റോമിലെ ഏറ്റവും സംഘടിത വിഭാഗവും ഈ സൈന്യമായിരുന്നു, അല്ലേ? ഒരുപക്ഷെ ചക്രവർത്തിമാരുടെ വിധി പോലും നിർണ്ണയിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ സമരവും ഉണ്ടാക്കിയിരുന്നു. സേവന വേതന വ്യവസ്ഥകൾക്കായി സമരങ്ങൾ നടന്നിരുന്നു. റോമിൻ്റെ ചരിത്രം രചിച്ചിരുന്നത് ആരാണ്? സെനറ്റർമാരാണ്, അല്ലേ?
സെനറ്റർമാർ. ഈ സെനറ്റർമാരോട് ചക്രവർത്തിമാരും സൈനിക നേതാക്കളും എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ചരിത്രത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ തന്നെ എങ്ങനെ ഉൾപ്പെടുത്തണം എന്നൊക്കെ സെനറ്റർമാർ തീരുമാനിച്ചിരുന്നത്. പിന്നെ നമ്മൾ എന്താ കണ്ടത്? പാക്സ് റൊമാന. എന്താ പാക്സ് റൊമാന? പ്രിൻസിപ്പേറ്റ് ഭരണത്തെ തുടർന്ന് ഉള്ള 2 വർഷം സമാധാന കാലമായിരുന്നു ഈ കാലഘട്ടത്തെ. ആരംഭിച്ച് തുടക്കമിട്ടതാരാണ്? അഗസ്റ്റസ് സീസർ. ഈ കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? പാക്സ് റൊമാന അഥവാ റോമൻ സമാധാനം എന്ന് അറിയപ്പെടുന്നത്. AD 2-ാം നൂറ്റാണ്ടായപ്പോൾ റോമ സാമ്രാജ്യം വിസ്തൃതി പ്രാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് നഗരവൽക്കരണമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞു. 3 നഗരങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? കാർത്തേജ്, അലക്സാൻഡ്രിയ, ആൻറ്റിയോക്ക്. ഇത് 3ഉം മെഡിറ്ററേനിയൻ നഗരങ്ങളാണ്. അതായത് മെഡിറ്ററേനിയൻ കടലിന് തീരത്തായിട്ടുള്ള നഗരങ്ങളാണ്. നഗരങ്ങൾ വഴിയാണ് ഗ്രാമങ്ങളിൽ നിന്ന് നികുതി പിരിച്ചിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ വരുമാനം കൂടുതൽ വരുമാനവും ലഭിച്ചിരുന്നത് എവിടെ നിന്നാണ്? ഗ്രാമങ്ങളിൽ നിന്നാണ്. പ്രവിശ്യകളിലെ ഉപരിവർഗം ഭരണത്തിലും നികുതി പിരിവിലും റോമൻ ഭരണാധികാരികളുമായി സഹകരിച്ചിരുന്നു. പ്രവിശ്യകളിലെ ഉയർന്ന വർഗത്തിൽപ്പെട്ടവരായിരുന്നു സൈനിക മേധാവികൾ. നോക്കൂ, ഗല്ലിനസിനെ പോലുള്ള ചക്രവർത്തിമാർ, ഗല്ലിനസിനെ പോലുള്ള ചക്രവർത്തിമാർ ഈ ഉപരിവർഗത്തെ, ഈ പ്രഭുവർഗത്തെ സഹായിച്ചിരുന്നു. പ്രവിശ്യകളുടെ പ്രാധാന്യം വർദ്ധിച്ചതോടെ ഇറ്റലിയുടെ പ്രാധാന്യം കുറഞ്ഞു. അപ്പോൾ അതുപോലെ പ്രഭുവർഗത്തെ, ഉപരിവർഗത്തെ സഹായിച്ചിരുന്ന രാജാവാണ് ആര്? ഗാലിനസ്. ഇനി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശവും സ്വന്തമായ മജിസ്ട്രേറ്റും നഗരസഭയുമുള്ള നഗര കേന്ദ്രങ്ങളെ റോമാക്കാർ എന്ത് വിളിച്ചു? പട്ടണം എന്ന് വിളിച്ചു, അല്ലേ? പട്ടണം. ഗ്രാമങ്ങൾ പട്ടണങ്ങളുടെ അധികാരപരിധിയിലാണ്. ഗ്രാമങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഭക്ഷ്യ വിതരണം നടന്നിരുന്നത് എവിടെയാണ്? പട്ടണങ്ങളിലാണ്. ഇനി റോമൻ നഗരജീവിതത്തിൻ്റെ പ്രധാന സവിശേഷതയായി നമ്മൾ പറഞ്ഞത് എന്താണ്? സവിശേഷതകളിൽ ഒന്നായി നമ്മൾ പറഞ്ഞത് എന്താണ്? പൊതു കുളിമുറികൾ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒട്ടേറെ കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. റോമിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇറാനിയൻ സാമ്രാജ്യവും റോമാ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. പ്രിൻസിപ്പേറ്റ് ഭരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ റോമിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് മാപ്പ് ചോദ്യമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള അതാണ്. പാക്സ് റൊമാനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനെ തുടർന്നുള്ള ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. 2-ാം അധ്യായം റോമ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഇതാണ് റോമ സാമ്രാജ്യത്തിൻ്റെ ഭൂപടം. ഇത് ആണ് മെഡിറ്ററേനിയൻ കടൽ. ഇത് ആഫ്രിക്കയാണ്. ഇവിടെ ഈ കടലിന് ചുറ്റുമായാണ് റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്നത്. ഇത് അലക്സാൻഡ്രിയ പട്ടണം, ഇത് കാർത്തേജ്, ഇതാണ് റോം, ഇത് ആൻറ്റിയോക്ക് നഗരം, ഇതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇത് ബ്ലാക്ക് സീ അഥവാ കരിങ്കടലാണ്, ഇതുമായി ചേർന്ന് കിടക്കുന്നതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതൊക്കെ ചേർത്ത് ഒരു മാപ്പ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ നഗരങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കണം. മെഡിറ്ററേനിയൻ കടൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇതാണ് തെക്കേ അതിർത്തിയായിരുന്ന സഹാറ മരുഭൂമി. അതുപോലെ തന്നെ റൈനും ഡാന്യൂബും ഇവിടെ വരും. ഇത് റൈൻ നദി ഇങ്ങനെ താഴേക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കാണുന്നത് ഡാന്യൂബ് നദി. ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞത് മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായിട്ടാണ് എന്ന് പറഞ്ഞു. റൈനും ഡാന്യൂബും നമ്മൾ സംസാരിച്ചായിരുന്നു. ആദിമ റോമൻ എന്നും പിൽക്കാല റോമ സാമ്രാജ്യമെന്നും 2ആയി
തിരിക്കാം. 3-ാം നൂറ്റാണ്ട് വരെയും 3 മുതൽ 7 വരെയുള്ള നൂറ്റാണ്ടും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ കാലഘട്ടത്തിലെ മറ്റൊരു ശക്തമായ സാമ്രാജ്യമായിരുന്നു ഇറാനിയൻ സാമ്രാജ്യം. ഇതിനെ വേർതിരിച്ചത് യൂഫ്രട്ടീസ് നദിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് പിന്നീട് നമ്മൾ പറഞ്ഞത്. റോമ സാമ്രാജ്യത്തിൽ സാംസ്കാരിക വൈവിധ്യം കൂടുതൽ, ഇറാനിയനിലാണെങ്കിൽ വൈവിധ്യങ്ങൾ കുറവ്. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങളെ ഉള്ളൂ. ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു. ഇവിടെ അറാമിക് ഭാഷയാണ് പ്രധാനമായും സംസാരിച്ചിരുന്നത്. രാഷ്ട്രീയ ജീവിതം, റോമിലെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ BC 27 റോമിൽ നിലവിൽ വന്ന അധികാരത്തിൽ വന്ന ഒക്ടേവിയൻ എന്ന അഗസ്റ്റസ് സീസറാണ് റിപ്പബ്ലിക് ഭരണം അവസാനിപ്പിച്ച് പ്രിൻസിപ്പേറ്റ് ഭരണം തുടങ്ങിയത് നമ്മൾ പറഞ്ഞു. ഇതാണ് അഗസ്റ്റസ് സീസർ, അദ്ദേഹത്തിൻ്റെ ഒരു ശില്പമാണ് ഈ കാണുന്നത്. റിപ്പബ്ലിക് ഭരണം BC 509 മുതൽ BC 27 വരെ അഗസ്റ്റസ് സീസർ നിർത്തലാക്കി. സമ്പന്ന വർഗത്തിൽപ്പെട്ട പ്രഭുക്കന്മാർ അടങ്ങിയ സെനറ്റിൻ്റെ നിയന്ത്രണമാണ് ഇവിടെ ഉള്ളത്. പ്രബുദ്ധ ഭരണമാണ് ഉള്ളത്. പ്രിൻസിപ്പേറ്റ് BC 27 സ്ഥാപിച്ചു അഗസ്റ്റസ് സീസർ. ചക്രവർത്തി ആണ് ഭരണാധികാരി. പ്രിൻസപ്പ് എന്നാൽ പ്രഥമ പൗരൻ എന്നാണ് അർത്ഥം. രാഷ്ട്രീയ ജീവിതം, സെനറ്റും ചക്രവർത്തിയും കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സൈന്യമാണ്. സവിശേഷത നമ്മൾ പറഞ്ഞു. വേതനം നൽകിയിരുന്നു. പ്രൊഫഷണൽ സൈന്യം 25 വർഷം സേവനം അനുഷ്ഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞത് ഏറ്റവും വലിയ സംഘടിത വിഭാഗവും ഇവർ തന്നെയായിരുന്നു. ചക്രവർത്തിമാരുടെ വിധി നിർണ്ണയിക്കാൻ കഴിഞ്ഞിരുന്നു. പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നതായി പറഞ്ഞു. റോമിൻ്റെ ചരിത്രം രചിച്ചിരുന്നത് സെനറ്റർമാരായിരുന്നു നമ്മൾ പറഞ്ഞു. പ്രിൻസിപ്പേറ്റ് ഭരണത്തെ തുടർന്നുള്ള 2 വർഷങ്ങൾ സമാധാനത്തിൻ്റെ കാലമായിരുന്നത് ആണ് നമ്മൾ കണ്ടത്. ഈ കാലത്തെയാണ് അഗസ്റ്റസ് സീസർ തുടങ്ങിയ ഈ കാലത്തെയാണ് നമ്മൾ പാക്സ് റൊമാന അഥവാ റോമൻ സമാധാനം എന്ന് വിളിക്കുന്നത്. AD 2-ാം നൂറ്റാണ്ടായപ്പോൾ സാമ്രാജ്യം വളർച്ചയുടെ പരമോന്നതിയിലെത്തി. നഗരവൽക്കരണം നടന്നു. നമ്മൾ നേരത്തെ കണ്ട കാർത്തേജ്, അലക്സാണ്ട്രിയ, ആൻറ്റിയോക്ക് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ ഉണ്ടായിരുന്നു. പ്രവിശ്യകളിലെ നികുതി ഭരണം ഉപരിവർഗമാണ് നടത്തിയിരുന്നത്. ഈ ഉപരിവർഗം ഉയർന്ന വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഉപരിവർഗത്തിൽപ്പെട്ടവരായിരുന്നു സൈനികർ അല്ലെങ്കിൽ സൈനിക മേധാവികൾ. ഗാലിനസിനെ പോലുള്ള ചക്രവർത്തിമാർ ഈ ഉപരിവർഗത്തെ സഹായിച്ചതായി നമ്മൾ കണ്ടു. ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശവും സ്വന്തം മജിസ്ട്രേറ്റും നഗരസഭയും ഉള്ള നഗര കേന്ദ്രങ്ങളെ അവർ പട്ടണങ്ങൾ എന്ന് വിളിച്ചു. പട്ടണങ്ങളുടെ അധികാരത്തിലായിരുന്നു ഗ്രാമങ്ങൾ. ഗ്രാമങ്ങളെ അപേക്ഷിച്ച് പട്ടണങ്ങളിൽ മെച്ചപ്പെട്ട ഭക്ഷ്യവിതരണം നിലനിന്നിരുന്നു. പൊതു കുളിമുറികൾ ഉണ്ടായിരുന്നു.